അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനല്ലേ സംസാരിക്കണേ? അതെ അതെ. എനിക്കൊരു ചെറിയ അഭിപ്രായം അറിയാനാണ്. നിങ്ങളുടെ ഒരു വീഡിയോ പ്രചരണത്തിൽ വന്നിട്ടുണ്ട്, റൈറ്റ് ഇൻഫർമേഷൻ ചോദിച്ചാൽ കിട്ടും, എല്ലാവരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കണം, ഇതെല്ലാം കൃത്യം കണക്കുള്ളതാണെന്നൊക്കെ പറഞ്ഞ് താങ്കളുടെ ഒരു വീഡിയോ ഞാൻ കണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അത് ഞാൻ 2018 ഫ്ലഡ് വന്നതിന് ശേഷം കേരളത്തിൽ ഒരുപാട് പേര് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പോകുന്നത് മുഴുവൻ തട്ടിപ്പാണെന്നും അതൊക്കെ പൈസ സർക്കാർ അടിച്ചു മാറ്റുകയാണെന്നും ഒക്കെ ഒരു വ്യാപകമായ പ്രചരണം വന്നപ്പോ ഞാൻ 2018 ഇറക്കിയ വീഡിയോയാണ് ആളുകൾ അതിപ്പോ 2024 ഇറക്കിയതാണെന്നുള്ള രീതിയിൽ അതിപ്പോ പ്രചരിക്കുന്നുണ്ട്. അത് 2018 ഇറക്കിയ ഒരു വീഡിയോ ആണ്. പക്ഷെ അന്ന് ഈ വീഡിയോ വന്നപ്പോ തന്നെ ആൾക്കാർ എന്നോട് ചോദിച്ചു ഇതിന്റെ സുതാര്യതയെ പറ്റി. അപ്പൊ ഞാൻ പറഞ്ഞു 10,000 രൂപ വരെ ജില്ലാ കളക്ടറേറ്റിൽ കൊടുക്കാം, അതിന് മുകളിലോട്ടുള്ളത് സർക്കാർ കൊടുക്കും. ഇതിന്റെ ഒരു ഓഡിറ്റ് സംവിധാനമുണ്ട്, CAG ഉൾപ്പെടെ ഒരു ഓഡിറ്റ് സംവിധാനമുണ്ട്. മാത്രമല്ല ആർക്കെങ്കിലും വേണമെങ്കിൽ വിവരാവകാശ പ്രകാരം ചോദിച്ചാൽ കിട്ടും. അതേസമയം ഇപ്പൊ ഞാനാണ് പിരിക്കുന്നതെങ്കിൽ ഞാൻ പിരിച്ചാൽ വിവരാവകാശ പ്രകാരം എന്നോട് ആര് ചോദിച്ചാലും പോയി പണി നോക്കണമെന്നല്ലേ ഞാൻ പറയുള്ളൂ. ഒന്നുമില്ലെങ്കിൽ രേഖ പരിശോധിക്കാമല്ലോ, സർക്കാരിന് കണക്കുണ്ടാവും. ഈ ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണമെന്ന് പറഞ്ഞാൽ ഇത് ആര് കട്ടാലും ഇതിനൊരു കണക്കുണ്ടാവും എന്നുള്ളതാണ് അന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇതൊന്നും വിവരാവകാശ പ്രകാരം ചോദിച്ച ആളുകൾക്ക് സമയബന്ധിതമായി സർക്കാർ ഇത് കൊടുത്തിട്ടില്ല എന്നുള്ളതിന് തെളിവുകൾ ഇപ്പൊ നമ്മുടെ പക്കലുണ്ട്. അതിലൊന്നാണ് എനിക്ക് 2 വർഷം നടന്നിട്ട് 36,500 രൂപ അവസാനം അടക്കാൻ പറഞ്ഞത്. സത്യം. അപ്പൊ അതായത് CMDRFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഇത് പോസിറ്റീവ് വശം എന്ന് പറഞ്ഞാൽ സർക്കാർ ചെയ്യുന്നതുകൊണ്ട് അതിന് അക്കൗണ്ടബിലിറ്റി ഉണ്ടാവും എന്നാണ്. അതാണ് അതിന്റെ മറ്റ് പ്രൈവറ്റ് ഫണ്ടുകളിൽ നിന്ന് അതിനെ വ്യത്യസ്തമാക്കുന്നത്. പക്ഷെ അതിന് സുതാര്യത വേണം. ഈ സുതാര്യതയാണ് നമ്മൾ വിവരാവകാശ പ്രകാരം ചോദിച്ചാൽ എന്ന് ഞാൻ പറയുന്നത്. പക്ഷെ ഈ സുതാര്യത വിവരാവകാശ പ്രകാരം ചോദിച്ചു കൊടുക്കേണ്ട ഒന്നല്ല. CMDRFൽ കിട്ടുന്ന പണത്തിന്റെ മുഴുവൻ ചെലവും ജനങ്ങൾ കാണെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ പബ്ലിഷ് ചെയ്യുമ്പോൾ അത് വാങ്ങിച്ച ആളുകളുടെ പേരോ ഫോട്ടോയോ കൊടുക്കരുത്. കാരണം ഒരിക്കലും ആരും അറിയാൻ പാടില്ല ഇത് ഇന്നയാള് അത് ഗതികെട്ടി മേടിച്ചു. പക്ഷെ അതിന്റെ കണക്ക് കൃത്യമായി ഇത്ര വീടുകൾ ഇന്ന സ്ഥലത്ത് വെച്ചു കൊടുത്തു, ഇതാണ് അതിന്റെ കണക്ക്. ഞാൻ ഇന്നലെ ആ വെബ്സൈറ്റിൽ കയറിയിട്ടും അങ്ങനെ ഒരു കണക്ക് കാണാനില്ല. താങ്കൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെ എന്റെ അഭിപ്രായം മാറി. CMDRFൽ ഇനി ഞാൻ പണം കൊടുക്കണമെങ്കിൽ സർക്കാർ ഇതുവരെ CMDRFൽ കിട്ടിയ പണത്തിന്റെ 1 ലക്ഷം രൂപയിൽ കൂടുതൽ ചെലവാക്കിയ തുകയെ പറ്റിയുള്ള കൃത്യമായ വിവരം സുതാര്യമായി ആളുകൾ വിവരാവകാശ പ്രകാരം സ്റ്റാമ്പ് ഒട്ടിച്ച് ചോദിക്കാൻ നിൽക്കാതെ പബ്ലിഷ് ചെയ്യേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അത് സർക്കാർ ചെയ്യുന്നില്ല. ഇതിൽ സുതാര്യത ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളോട് 30,000 40,000 ഒക്കെ ഓരോ ജില്ലയിലെയും കണക്ക് ചോദിക്കാൻ വേണ്ടി പറയുന്നതും ശരിയല്ല. നിയമസഭയിൽ ഇതിന്റെ റെക്കോർഡ്സ് കൃത്യമായി വെക്കേണ്ടതാണ്. ഞാൻ ഇതൊന്നും പറയുന്നത് അതിനകത്ത് തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്നല്ല. പക്ഷെ തട്ടിപ്പ് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാനുള്ള വാതിൽ തുറന്നിടാത്തിടത്തോളം തട്ടിപ്പുകാർക്ക് അത് പ്രചോദനമാകുമെന്ന് മാത്രമല്ല, എറണാകുളം ജില്ലയിൽ CMDRFൽ നിന്ന് പണം തട്ടിപ്പ് നടത്തി എന്നൊരു ഡെപ്യൂട്ടി കളക്ടർക്കെതിരെ വിജിലൻസിന്റെ റിപ്പോർട്ട് വന്നിട്ട് സർക്കാർ 2 or 3 വർഷം എടുത്തിട്ടും അയാൾക്കെതിരെ നടപടിയെടുക്കുകയോ ആ പണം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ ഗൗരവമുള്ള കുറ്റമായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ഏക വഴി സർക്കാർ ഇത് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. സർക്കാർ അത് ചെയ്യാത്തിടത്തോളം ഇനി ആളുകളോട് CMDRFലേക്ക് പണം കൊടുക്കണമെന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്റെ വാക്ക് വിശ്വസിച്ച് കുറെ പേര് പണം കൊടുക്കുന്നുണ്ട്. അത് തട്ടിച്ചു പോയി എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് എവിടെ പോയി എന്ന് അറിയാനുള്ള അവകാശം ആ കൊടുക്കുന്ന ആളുകൾക്കുണ്ട്. കാരണം ഇതൊരു സർക്കാർ ടാക്സ് പിരിക്കുന്നവരെ കൊടുക്കുന്ന ഒരു സംഗതിയല്ല. ഞാൻ അധ്വാനിച്ചതിൽ നിന്ന് ഞാൻ കൊടുക്കുന്ന ഒരു തുകയാണ്. ഞാൻ വയനാട്ടിൽ നേരിട്ട് പോയി സഹായിക്കാതെ ഞാൻ സർക്കാരിനെ വിശ്വസിച്ച് കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും എനിക്ക് കണക്ക് തരാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. അതിൽ സർക്കാർ സുതാര്യത കാണിക്കുന്നില്ലെങ്കിൽ സർക്കാരിന്റെ പ്രവർത്തനത്തിൽ വിശ്വാസമില്ല എന്ന് പൗരന് പറയേണ്ടി വരും. അതുകൊണ്ട് ഞാനിപ്പോ അത് വിശദമായിട്ട് പറയാനിരിക്കുകയാണ്. അതുകൂടാതെ ഈ CMDRF, അതായത് ചീഫ് മിനിസ്റ്ററിന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ അല്ലാണ്ട് നമുക്ക് വേറെ ഏതെങ്കിലും സംവിധാനം ഉണ്ടോ? ഇപ്പോ ജനങ്ങൾക്ക് ഈ അഴിമതി നടത്തിയോ കട്ടോ, സർക്കാർ കട്ടോ, കളക്ടർ കട്ടോ, മുഖ്യമന്ത്രി കട്ടോ, ബെന്നി ജോസഫ് കട്ടോ എന്നുള്ളതല്ലല്ലോ വിഷയം. ഈ പാവങ്ങളെ സഹായിക്കാൻ മറ്റൊരു മാർഗം എന്തെങ്കിലും നിർദ്ദേശിക്കാനുണ്ടോ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവന്? സത്യത്തിൽ നമ്മൾ ബാക്കി ഏത് ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ കാര്യം പറഞ്ഞാലും അതിൽ തട്ടിപ്പ് നടക്കുന്നുണ്ട് ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സംവിധാനമില്ല. സർക്കാരിന്റെ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ? ഡിസ്ട്രിക്ട് റിലീഫ് ഫോറം അങ്ങനെ വല്ലതും ഉണ്ടോ? ഡിസ്ട്രിക്ട് റിലീഫ് ഫോറം ഉണ്ട്. പക്ഷെ ഈ ദുരന്ത നിവാരണ ആക്ടിന്റെ കീഴിൽ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കീഴിൽ സ്റ്റേറ്റ് റിലീഫ് കമ്മീഷണർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. ജില്ലാ ദുരന്ത നിവാരണ കമ്മീഷണർ എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട്. അവർക്ക് അക്കൗണ്ട് ഉണ്ടോ?
അവർക്കും അക്കൗണ്ട് ഉണ്ട്, പക്ഷെ അതിൽ പൊതുജനങ്ങളുടെ പണം മേടിക്കാൻ പറ്റില്ല. കാരണം അതിൽ ഇഷ്ടം പോലെ പൈസ കേന്ദ്ര പ്രധാനമന്ത്രിയുടെ നമ്മളെ സംഖ്യയാക്കണ്ട. ഇനിയിപ്പോ ഞാനൊരു സജഷൻ പറയട്ടെ, നമ്മളിപ്പോ തന്നെ എല്ലാവരും കൂടി സംഖ്യയാക്കും. ഈ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസവും ഇങ്ങനെയൊക്കെ തന്നെയാണോ? ഇതിനേക്കാൾ തട്ടിപ്പല്ലേ എന്നല്ലേ സുപ്രീം കോടതി പറഞ്ഞത്. കാരണം PM റിലീഫ് ഫണ്ട് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കിയിട്ട് അതിന് വിവരാവകാശ നിയമമേ ബാധകമല്ല എന്നും അതിൽ വരുന്ന കണക്ക് CAGക്ക് കൊടുക്കാൻ പറ്റില്ലെന്നും ഒരു കാരണവശാലും ഇതിന്റെ കണക്ക് ചോദിച്ച് ആരും വരണ്ട എന്നും പറഞ്ഞ് പ്രധാനമന്ത്രി തീരുമാനം എടുക്കുകയും, അന്ന് മാത്രമല്ല കേരളത്തിലടക്കം ഓരോ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതിന്റെ ലാഭവിഹിതം CSR ആയിട്ട് നമുക്ക് കിട്ടിയിരുന്നു ഇല്ലേ? നമ്മള് കൊച്ചിൻ റിഫൈനറിയുടെ CSR, അല്ലെങ്കിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ CSR, അതുപോലെ പൊതു സ്ഥാപനങ്ങളുടെ CSR നമ്മളിപ്പോ വയനാട്ടിൽ കൊടുക്കേണ്ട പൈസ നമുക്ക് പണ്ട് കിട്ടുമായിരുന്നു ഇവിടെ. ഇപ്പൊ PM റിലീഫ് ഫണ്ട് വന്നതിന് ശേഷം ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളോട് മുഴുവൻ അവരുടെ CSRലെ പൈസ PM റിലീഫ് ഫണ്ടിലേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു ഓർഡറാണ്, അവർ കൊടുത്തിരിക്കുകയാണ് കണ്ടമാനം പൈസ. അതുകൊണ്ട് അവർക്ക് കേരളത്തിൽ ചെലവാക്കാൻ പൈസയില്ല. അപ്പൊ എന്നിട്ട് കണക്ക് ചോദിച്ചാൽ കണക്ക് തരില്ല എന്ന് കോടതിയോട് പറയുകയും ചെയ്തു. കോടതികളും അതിലും മിണ്ടാതിരിക്കുകയാണ്. അപ്പൊ ഇവിടെ അറ്റ്ലീസ്റ്റ് ചോദിക്കുന്നതിന് എന്തെങ്കിലും കണക്ക് കിട്ടുന്നുണ്ട്, അവിടെ ഒരു കണക്കും കിട്ടുന്നില്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വലിയ വീട് പണിതു താമസിക്കാനായിട്ട്. ഈ താമസിക്കാനുള്ള വീടിനകത്ത് ചെളിയും പൊടിയുമാണ്, ഭയങ്കരമായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റാത്ത കിടക്കുക. നമ്മൾ വേറൊരു വീട് വെക്കുന്നതിനെ പറ്റി ആലോചിക്കരുത്. കാരണം നമ്മൾ കാശ് മുടക്കി പണിത വീടാണിത്. ഈ വീട് നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല. CMDRF എന്ന പ്രോസസ്സ് സുതാര്യമാക്കി കിട്ടേണ്ടത് നമ്മുടെ ഉത്തര അവകാശമാണ്. അതിന് താങ്കൾ നേരത്തെ പറഞ്ഞ വിഷയത്തിലോട്ട് പറഞ്ഞത് എങ്ങനെ ചെയ്യും? ഒരു ആഴ്ച ഈ ബഹളം കഴിഞ്ഞു കഴിഞ്ഞാൽ, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന് നമ്മൾ 1 or 2 ആഴ്ച സമയം കൊടുക്കും. ഇതിനുള്ളിൽ സർക്കാർ ഇതുവരെയുള്ള കണക്കുകൾ സുതാര്യമായി പബ്ലിഷ് ചെയ്യുന്നില്ല എങ്കിൽ ലോകായുക്തയിൽ അഴിമതിയുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഒറിജിനേറ്റ് ചെയ്യാനാണ് വ്യക്തിപരമായി ഞാൻ തീരുമാനിച്ചത്. അല്ല, ലോകായുക്തത്തിന് പല്ലും നഖവും ഇല്ലെന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹൈക്കോടതിയെ സമീപിക്കാം. ഹൈക്കോടതി ഇവിടെ തീർച്ചയായിട്ടും ഈ കേസ് ഹൈക്കോടതിയിലേക്ക് മാറും. ഹൈക്കോടതിയിൽ കാരണം അതിപ്പോ ഓൾറെഡി ലോകായുക്തയിൽ ഈ കേസ് നിൽക്കില്ല എന്ന് പറഞ്ഞ ഹൈക്കോടതിയിൽ വന്ന സ്ഥിതിക്ക് നമ്മൾ ഇനി അവിടെ കിടന്ന് നിരങ്ങണ്ടല്ലോ. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഹൈക്കോടതിയോട് ആവശ്യപ്പെടാം. അപ്പൊ ഞാൻ ഇതുവരെ നമ്മൾ തമ്മിലുള്ള ഒരു 20 കൊല്ലത്തെ അല്ലെ 25 കൊല്ലത്തെ ബന്ധത്തിൽ ഒരു ആഗ്രഹവും ഒരു കാര്യവും ആവശ്യപ്പെടുകയാണ്, അപേക്ഷിക്കുകയാണ്. ഇത് നമുക്ക് ഇങ്ങനെ പാവങ്ങളുടെ ഈ കണ്ണീർ പണം, അതായത് പാവങ്ങള് കുടുക്ക പൊട്ടിച്ചും സൈക്കിള് മേടിക്കാൻ വെച്ച കുഞ്ഞുങ്ങളുടെ ആടിനെ കൊടുത്ത ഉമ്മ, ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ട് കൊടുക്കുന്ന മനസാക്ഷിയുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ താങ്കൾ ഇതുമായിട്ട് മുന്നോട്ട് പോകണം. ബെന്നി ജോസഫ്, ഫ്രണ്ട്സ് ഓഫ് ബെന്നി ജോസഫും ജനപക്ഷോ അല്ലെങ്കിൽ ആരാവട്ടെ മനുഷ്യകുലത്തിൽപ്പെട്ട എല്ലാവരും താങ്കളുടെ ഒപ്പം ഉണ്ടാവും. ഈ കണക്ക് മുഴുവനും പ്രസിദ്ധീകരിപ്പിച്ചിട്ടല്ലാതെ 1 രൂപ CMDRFിലേക്ക് വ്യക്തിപരമായി ഞാൻ കൊടുക്കില്ല. അത് ചെയ്യുന്നവരെ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകും. അതിനി സഹായം കിട്ടുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. ഇല്ലെങ്കിലും നമ്മൾ ഇപ്പൊ കൊച്ചിയിലുള്ള പണ്ട് മുതൽ കേസുകൾ നടത്തുന്നത്, ബെന്നിച്ചേട്ടൻ തന്നെ എത്ര കേസ് നടത്തിയത് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കേസുമായിട്ട് മുന്നോട്ട് പോകും, ഒരു തർക്കമില്ല. താങ്ക് യു ഹരീഷ്. എന്റെ കൊച്ചനുജന് വീണ്ടും നാടിന് നന്മ ചെയ്യാനാവട്ടെ. ആരുടെയും ഒപ്പം നിൽക്കാതെ ന്യായത്തിന്റെ ഒപ്പവും നീതിയോടൊപ്പം നിൽക്കാൻ നിനക്ക് ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒത്തിരി സന്തോഷം. ഈ കേസുമായിട്ട് മുന്നോട്ട് പോകണേ.